വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ടൈം ഓഫ് സപ്ലൈക്കകത്ത് സെക്ഷൻ 12(2) കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതായത് ടൈം ഓഫ് സപ്ലൈ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ്സിനെയും സർവീസിനെയും കുറിച്ച് പറഞ്ഞു. അതിനകത്ത് ഗുഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ഗുഡ്സിനകത്ത് ഈ പറയുന്നത് പോലെ ടോട്ടൽ പ്രീവിയസ് ഇയറിനകത്തെ ടേൺ ഓവർ 1.5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് സെക്ഷൻ 12(2)(a) പ്രകാരം ദാറ്റ് മീൻസ് നമ്മുടെ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്, ഈ സപ്ലയറുടെ പ്രീവിയസ് ഇയറിനകത്തുള്ള ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 1.5 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിൽ, 1.5 കോടി രൂപയോ അതിന് താഴെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? സോ നോക്കി, ഇവിടെ നോർമലി ചെയ്യുന്നത് പോലെ നോ, ദാറ്റ് മീൻസ് 1.5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. സിറ്റുവേഷൻ മനസ്സിലായോ? എങ്ങനെയായിരുന്നു? ഇവിടെ 1.5 കോടി ഞാൻ ബേസിക് ലിമിറ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിമിറ്റിനേക്കാൾ നോ ആണെങ്കിൽ ദാറ്റ് മീൻസ് അവിടെ 1.5 കോടി രൂപയേക്കാൾ മുകളിൽ പോയിട്ടുണ്ടാവാം അല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത്. ഇനി ഇതേപോലെ 1.5 കോടി രൂപയ്ക്ക് താഴെയാണെന്ന് വിചാരിക്കുക. അങ്ങനെ താഴെ വരുന്ന അസസിനെ വീണ്ടും 2 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ഈ പറയുന്നത് പോലെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ആൾക്കാരാണോ എന്ന് നോക്കുക. അങ്ങനെ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി? ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മാത്രം ചെക്ക് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് നിങ്ങളൊരു സപ്ലയർ ആണ്, നിങ്ങളുടെ പ്രീവിയസ് ഇയറിനകത്തെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപയ്ക്ക് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നമ്മൾ 2 കാറ്റഗറിയിലാണ് തരംതിരിക്കണേ. ഒന്ന്, നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്തിരിക്കുന്ന സപ്ലയേഴ്സ് ആണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് റെസീപ്റ്റിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. കോമ്പോസിഷൻ സ്കീം ആണെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. നമ്പർ 1. നമ്പർ 2, അങ്ങനെ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇൻവോയ്സ് ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ് ഫോർ ദ സപ്ലൈ ടു ദ റെസിപ്പിയൻ. അതായത് അവിടെ ഏത് ഡേറ്റിനാ? ഇൻവോയ്സ് ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് റിമൂവൽ. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം ഡ്യൂ ഡേറ്റ് വരും. ഏതും കൂടെ എപ്പോഴാണോ ഗുഡ്സ് നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് ആ ഒരു ഡ്യൂ ഡേറ്റ് കൂടെ വരും. സോ 1.5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ഇനി 1.5 കോടി രൂപയ്ക്ക് താഴെയാണ്, പ്രീവിയസ് ഇയറിനകത്ത് നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1.5 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിൽ നിങ്ങൾ കോമ്പോസിഷൻ സ്കീമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് മാത്രം നോക്കിയാൽ മതി. അത് എന്ന് ഗുഡ്സ് ക്ലിയർ ചെയ്തു, എന്ന് ഈ പറയുന്ന പോലെ ഗുഡ്സ് ക്ലിയർ ചെയ്തു, എന്ന് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടായി, ഇതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. ഇനി അങ്ങനെ നിങ്ങൾ കോമ്പോസിഷൻ സ്കീം ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഈ പറയുന്നത് പോലെ ഒരു മാക്സിമം ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് വരും. എപ്പോഴാണോ നിങ്ങൾ ഗുഡ്സ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റെസിപ്പിയൻറ്റിന് കൊടുക്കുന്നത്, അതുവരെ ആ ടൈം വരും. ദാറ്റ് മീൻസ് അതിന് മുമ്പാണ് നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അല്ല ഗുഡ്സ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്നാണ് ഗുഡ്സ് റിമൂവ് ചെയ്യുന്നത് ആ ഡേറ്റ്. മനസ്സിലായി? ഇവിടെ ആ 1.5 കോടി രൂപയുടെ ലിമിറ്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇതുമായിട്ട് കയറി വന്നൊരു എക്സാമ്പിളാണ്. നോക്കി, മിസ്റ്റർ റാം സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ രവി വർത്ത് ₹5 lakh. 5 ലക്ഷം രൂപയുടെ ഗുഡ്സ് ആണ്. ദ ഇൻവോയ്സ് വാസ് ഇഷ്യൂഡ്, ഇൻവോയ്സ് എപ്പോഴാണ്? 15th നവംബറിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണേ. ദ പേയ്മെൻറ്റ് വാസ് റിസീവ്ഡ് ഓൺ 31st ഒക്ടോബർ. അതായത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 15th നവംബറിലാണ്, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് എപ്പോൾ റിസീവ് ചെയ്യുന്നുണ്ട്? ഒക്ടോബറിൽ തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ആൻഡ് ദ ഗുഡ്സ് വർ സപ്ലൈഡ് എപ്പോഴാണ്? 12th നവംബറിലാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യണേ. സോ സെപ്റ്റംബർ, ഒക്ടോബർ 31st പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. ഒക്ടോബർ 31st പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് 15th നവംബറിലാണ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 15th നവംബറിലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണേ. എന്നിട്ട് ഈ ഗുഡ്സ് കൊടുക്കുന്നത് എപ്പോഴാണ്? 20th നവംബറിലാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ നോക്കി, പ്രീവിയസ് ഇയറിലെ ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ട് ആകെ എത്ര മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ? 72 lakhs മാത്രമാണ് പറയുന്നത്. സോ 1.5 കോടി രൂപയ്ക്ക് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? നോക്കി, ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്, ദാറ്റ് മീൻസ് അഡ്വാൻസ് എന്ന് പറയുന്നതിന് നമുക്ക് യാതൊരുവിധ, അല്ലെങ്കിൽ പേയ്മെൻറ്റിന് നമ്മൾ യാതൊരുവിധ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇവിടെ ഏത് ഡേറ്റാണ് നോക്കണേ? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് 15th ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓൺ വിത്ത് ഇൻവോയ്സ് ഷുഡ് ബി ഹാവ് ബീൻ ഇഷ്യൂഡ്. എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്? എപ്പോഴാണോ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അല്ലേ? 20th നവംബർ വിച്ച് എവർ ഈസ് ഏർലിയർ. എത്ര വരും? ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 15th നവംബർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, സോ ആ 1.5 കോടി രൂപയുടെ ക്രൈറ്റീരിയ മനസ്സിൽ കിടന്നോട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കണേ. 1.5 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിന് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവിടെ കോമ്പോസിഷൻ സ്കീമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ മാക്സിമം ഡ്യൂ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാണോ നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? ആൻഡ് ദ നെക്സ്റ്റ് വൺ, നോ GST ഓൺ അഡ്വാൻസ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഫോർ ഓൾ അസസീസ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള സപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നും ഒരു അഡ്വാൻസ് വാങ്ങിക്കുകയാണെങ്കിൽ അതിന് GST കാര്യങ്ങളൊന്നുമില്ല. നോക്കാം, ഓൾ പേഴ്സൺസ് ബിലോ ഓർ എബോവ് 1.5 crore ലിമിറ്റ്. അവിടെ 1.5 കോടി ലിമിറ്റിൻ്റെ ബാധകമേ അല്ല, നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഷാൾ നോട്ട് ബി റിക്വയർഡ് ടു പേ ടാക്സ് ഓൺ അഡ്വാൻസ് റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ സപ്ലൈസ് ഓഫ് ഗുഡ്സ്.
മനസ്സിലായി? സോ നിങ്ങളിവിടെ അഡ്വാൻസ് ആയിട്ടാണ് പൈസ വാങ്ങിക്കുന്നതെങ്കിൽ, അഡ്വാൻസ് ആയിട്ട് റെസിപ്റ്റ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ, അഡ്വാൻസ് മാത്രമാണ് ഫുൾ എമൗണ്ടിനെ കുറിച്ചല്ല പറയണേ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊവിഷനെ കുറിച്ചല്ല നമ്മൾ പറയണേ. മനസ്സിലായി? അതായത് നിങ്ങളൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വാങ്ങിക്കുന്നു? ഒരു അഡ്വാൻസ് വാങ്ങിക്കുന്നു. സോ ആ അഡ്വാൻസിന് നിങ്ങൾ എന്ത് കൊടുക്കേണ്ട കാര്യമില്ല? GST കൊടുക്കേണ്ട കാര്യമില്ല. എപ്പോൾ വരെ? അത് സപ്ലൈ ആവുന്നത് വരെ. ഓക്കെ, ദാറ്റ് മീൻസ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചു വെച്ച് ഫ്യൂച്ചറിൽ അതൊരു സപ്ലൈ ആവുകയാണെങ്കിൽ ആ സപ്ലൈക്കാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ അഡ്വാൻസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതല്ല ഇമ്പോർട്ടൻസ്. മനസ്സിലായി? അഡ്വാൻസ് ആയിട്ട് കാശ് വാങ്ങിച്ചു വെച്ചാൽ അതിന് GST കൊടുക്കേണ്ടാന്നോ അതിന് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടാന്നോ അല്ല പറയണേ. അഡ്വാൻസ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോ, ഇതിന് എപ്പോൾ ട്രീറ്റ് ചെയ്താൽ മതി? ഇതിൻ്റെ സപ്ലൈ എപ്പോഴാണോ നടക്കുന്നത് അപ്പോൾ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ അഡ്വാൻസിൻ്റെ കേസ് നോക്കാൻ നമുക്ക് 1 കോടിയോ 1.5 കോടിയോ 2 കോടിയോ അങ്ങനെയുള്ള ലിമിറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓർത്തിരുന്നാൽ മതി. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടൈം ഓഫ് സപ്ലൈ ഓഫ് കോമ്പോസിഷൻ ലെവി. കോമ്പോസിഷൻ ലെവി എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ കോമ്പോസിഷൻ ലെവി? ഓരോ സിംഗിൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ സപ്ലൈക്ക് അല്ല നമ്മൾ കോമ്പോസിഷൻ ലെവി പ്രകാരം ടാക്സ് കൊടുക്കണേ. ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിൻ്റെ ബേസിൽ ടാക്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത്. അല്ലേ? ഓരോ ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചാർജ് ചെയ്യുന്നില്ല? GST ചാർജ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ സെയിൽസ് എത്രയാണോ ആ ടോട്ടൽ സെയിൽസ് എമൗണ്ടിൻ്റെ സർട്ടൻ പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണേ? GST ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണേ. സോ അങ്ങനെ ചൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത്. നമ്മൾ കോമ്പോസിഷൻ ലെവിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ കോമ്പോസിഷൻ ഡീലർ വിൽ നോട്ട് ഹാവ് ടു പേ എനി ടാക്സ് ഓൺ അഡ്വാൻസസ് റിസീവ്ഡ് ഇഫ് സച്ച് അഡ്വാൻസസ് പെർട്ടൈൻ ടു ഹിസ് ഔട്ട്വേർഡ് സപ്ലൈ. സോ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ കഴിഞ്ഞ സ്ലൈഡിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു കോമ്പോസിഷൻ ലെവിയാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സിന് മാത്രമാണ് പ്രത്യേകത. സോ നിങ്ങൾ കോമ്പോസിഷൻ ലെവി ചൂസ് ചെയ്ത സപ്ലയർ ആണ്, ഭാവിയിൽ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് വാങ്ങിച്ച് വെക്കുകയാണെങ്കിലും അവിടെ അഡ്വാൻസിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആ ഡേറ്റ് ഓഫ് ഇൻവോയ്സിനാണ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നോക്കാം. ഓക്കെ, ഇനി അതിൻ്റെ റേറ്റും കൂടെയാണ് പറയണേ. അതായത് കോമ്പോസിഷൻ നേരത്തെ പറഞ്ഞതുപോലെ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ ആ ടേൺ ഓവറിൻ്റെ സർട്ടൈൻ പെർസെൻറ്റേജ് ആണ് നമ്മൾ GST ആയിട്ട് ഫയൽ ചെയ്യണേ. അവിടെ ഓരോ ട്രാൻസാക്ഷൻ്റെയും എന്ത് നോക്കേണ്ട കാര്യമില്ല, ഓരോ ട്രാൻസാക്ഷനും സെപ്പറേറ്റ് ആയിട്ട് GST കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് കോമ്പോസിഷൻ സ്കീമിനകത്ത് പറയുമ്പോൾ പറഞ്ഞതാണ്. ഇവിടെ നോക്കിയേ, എ മാനുഫാക്ചർ ഈസ് ലൈബിൾ ടു പേ CGST 0.5% ഓഫ് ദ ടേൺ ഓവർ ഇൻ എ സ്റ്റേറ്റ്, ഓർ supplier supplies a restaurant services has to pay CGST 2.5% of the turnover, and dealer is liable to pay CGST 0.5% of the turnover taxable supplies of goods in the state, or above the 3 cases advance payment or outward supplies not taken to account. അതായത് ഈ പറയുന്ന 3 കേസിനകത്താണെങ്കിലും കോമ്പോസിഷൻ സ്കീമിൻ്റെ 3 കേസിനകത്താണെങ്കിലും അവിടെ എന്ത് നോക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ആ റേറ്റും കൂടെ നമ്മുടെ മെറ്റീരിയലിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. സോ മാനുഫാക്ചറർ ആണെങ്കിൽ ടോട്ടൽ ടേൺ ഓവർ എത്രയാണോ അതിൻ്റെ 0.5% നമ്മൾ എന്തായിട്ട് കൊടുക്കണം? ഈ പറയുന്ന പോലെ GST ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതേപോലെ റെസ്റ്റോറൻറ്റ് സർവീസ് ആണെങ്കിൽ 2.5% GST ആയിട്ട് നോക്കണം. ഡീലർ ആണെങ്കിൽ 0.5% GST ആയിട്ട് നോക്കണം. സോ നിങ്ങൾ കോമ്പോസിഷൻ സ്കീമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സിനാണ് ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കി, an amount up to ₹1,000 in excess of the amount indicated on the tax invoices. അതായത് ടാക്സ് ഇൻവോയ്സിനകത്ത് നിങ്ങളൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്, പക്ഷേ എമൗണ്ട് അപ് ടു ₹1,000 ആ ഇൻവോയ്സിന് എഴുതിയിരിക്കുന്ന എമൗണ്ടിനേക്കാൾ നിങ്ങൾ പൈസ കൂടുതലാണ് ചാർജ് ചെയ്യണേ. ആ ചാർജ് ചെയ്യുന്നത് എത്രയേ ഉള്ളൂ? 1000 രൂപയിൽ താഴെ ഉള്ളൂ. മനസ്സിലായി? സോ an amount up to ₹1,000 in excess of the amount indicated on the tax invoice. അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അതായത് നിങ്ങൾക്കൊരു 12,000 രൂപയാണ് നിങ്ങൾ ടാക്സ് ഇൻവോയ്സിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് വിചാരിക്കുക. സോ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് എമൗണ്ട് കൂടുതലായിട്ട് അവരുടെ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു, എന്ത് വേണേലും ആവാം. അത് എത്ര രൂപ വരെ? ₹1,000 വരെ. ദാറ്റ് മീൻസ് ₹13,000 ആവുന്നത് വരെ ഓൾറെഡി നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന എത്ര രൂപയുടെ ഇൻവോയ്സ് മാത്രമാണ്? ₹12,000 ഇൻവോയ്സ് മാത്രമാണ്. സോ ഇവിടെ 12,700 ആണ് നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടി വരുന്നതെങ്കിൽ അവിടെ ഈ 700-നെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പോണേ? നോക്കാം. Okay, the time of supply, date of invoice, date of issue of invoice, or date of receipt of payment at the option of the supplier. That means ഈ 700-നെ ഇതിനകത്ത് ഏതിനകത്ത് വേണേലും കൊണ്ടുവരാം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റിനകത്ത് വേണേലും കാണിക്കാം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്തുള്ള കാണിക്കാം, അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ. ഓക്കെ, സോ ഇത്രയും നേരം പറഞ്ഞതിനകത്ത് എല്ലാത്തിനകത്ത് നമ്മളോട് പറഞ്ഞത് വിച്ച് അവർ ഈസ് ഏർലിയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ ടോട്ടൽ GST പ്രകാരമുള്ള ഇൻവോയ്സ് എമൗണ്ട് എത്രയാണോ അതിനേക്കാൾ നമുക്ക് കൂടുതൽ വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ കൂടുതൽ വാങ്ങിക്കുന്ന എമൗണ്ട് 1000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഓക്കെ, അവിടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് നോക്കാം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് നോക്കാം. വിച്ച് അവർ ഈസ് ഏർലിയർ അല്ല നോക്കേണ്ടത്, അതിനകത്ത് ഏത് വേണേലും മാർക്ക് ചൂസ് ചെയ്യാം, അസസിക്ക് ചൂസ് ചെയ്യാം. നോക്കാം.
ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇഫ് ദ സപ്ലയർ ഓഫ് ഗുഡ്സ് ഹാസ് റിസീവ്ഡ് ആൻ എമൗണ്ട് ഓഫ് 1500 എഗെയിൻസ്റ്റ് ആൻ ഇൻവോയ്സ് ഓഫ് 1100. 1100 രൂപയാണ് ഇൻവോയ്സ്, പക്ഷേ അവിടെ 1500 രൂപ നമ്മൾ റിസീവ് ചെയ്തു. ദാറ്റ് മീൻസ് അഡീഷണലി നമ്മളൊരു 400 റുപ്പീസാണ് എന്ത് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. On 25/7/19 and the date of invoice of the next supply of the said recipient is 14/8/19. മനസ്സിലായോ? സോ ഇവിടെ 2 ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. റിസീവ് ചെയ്തത് 25/7/19 ഓക്കെ, ഇതിൻ്റെ അടുത്ത റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത് 14/8/19. നോക്കാം. Find the following in respect of the excess amount over and above the invoice price. ഒന്ന്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ്. നമ്മൾ പറഞ്ഞ എന്താ, ഇതിനകത്ത് ഏത് വേണമെങ്കിലും അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അസസി ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അല്ലേ. സോ അങ്ങനെ ചൂസ് ചെയ്യാൻ നേരത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. സിൻസ് ദ എക്സസ് എമൗണ്ട് റിസീവ്ഡ് ഓവർ ആൻഡ് എബോവ് ഇൻവോയ്സ് വാല്യൂ നോട്ട് എക്സീഡിംഗ് 1000, സപ്ലയർ ഹാസ് ഓപ്ഷൻ ടു ട്രീറ്റ്. എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. എന്താ കണ്ടോ, 25/7/19 ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 14/8/19 ചൂസ് ചെയ്യാം. അതിനകത്ത് ഏത് ഡേറ്റ് വേണമെങ്കിലും ആർക്ക് ചൂസ് ചെയ്യാം, സപ്ലയർക്ക് ചൂസ് ചെയ്യാം. സോ ഓർത്തിരിക്കേണ്ട ഒരു സാധനം, നിങ്ങൾ ഇൻവോയ്സിന് എഴുതിയിരിക്കുന്ന ഡേറ്റിനേക്കാൾ ഇൻവോയ്സിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആക്ച്വലി റിസീവ് ചെയ്യുകയാണെങ്കിൽ, അത് എന്ത് സാഹചര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ആക്ച്വലി റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന എമൗണ്ട് 1000 രൂപയിൽ താഴെയാണെങ്കിൽ, ഓക്കെ, സോ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ നോക്കി, 1100 നമ്മൾ ഓൾറെഡി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ 1500 ആണ് നമ്മൾ വാങ്ങിക്കണേ. സോ ബാലൻസ് എക്സസ് വരുന്ന 400 റുപ്പീസിന് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ എന്ത് ചെയ്യാം, അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ ഈ പറയുന്നത് പോലെ പേയ്മെൻറ്റ് വാങ്ങിക്കുന്ന ഡേറ്റ്, അതല്ലെങ്കിൽ അടുത്ത ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, ഇതിനകത്ത് ഏത് ഡേറ്റ് വേണമെങ്കിലും ആർക്ക് ചൂസ് ചെയ്യാം, അസസിക്ക് ചൂസ് ചെയ്യാം. അവിടെ മാൻഡേറ്ററി ആയിട്ട് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറയുന്നില്ല. ഓക്കെ, ഓർത്തിരിക്കണേ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓക്കെ, ഈ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ വേറൊരു വേർതിരിവാണ് പറയുന്നത്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ദാറ്റ് മീൻസ് ഒരു സപ്ലൈ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്, റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻസിൽ ഒതുങ്ങുന്നതല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സർട്ടൻ പീരീഡിനകത്ത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തുണ്ടാവുന്നതിനെയാണ്, ആ സപ്ലൈ ഉണ്ടാവുന്നതിനെയാണ്, ആ ട്രാൻസാക്ഷൻ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് നോക്കി, ടൈം വെൻ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇഷ്യൂഡ് or the time when each payment is received whichever is earlier. മനസ്സിലായി? ഇപ്പം നമ്മൾ കടയിൽ കയറി ഒരു സാധനം വാങ്ങിക്കുന്നത് ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആണ്, പക്ഷേ അതേപോലെയല്ല, സപ്ലയറും റെസിപ്പിയൻറ്റും തമ്മിൽ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ട്രാൻസാക്ഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മേ ബി അതൊരു സിംഗിൾ ട്രാൻസാക്ഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം, പക്ഷേ നിരന്തരമായിട്ട് അതിനകത്ത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സപ്ലൈ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ തവണയും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതാണോ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നതാണോ, വിച്ച് എവർ ഈസ് ഏർലിയർ വേണം നോക്കാം. മനസ്സിലായോ? അതായത് ഓരോ തവണയും അതിനെ ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നർത്ഥം. സിംഗിൾ ട്രാൻസാക്ഷൻസിനകത്ത് നമ്മൾ അങ്ങനെ പറഞ്ഞേ, എന്താ, ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ അല്ലേ. സോ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് ആണ് നടക്കുന്നതെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റൂൾ പ്രകാരം അത് കണ്ടിന്യൂസ് ആണെങ്കിലും ശരി, ഓരോ തവണത്തെ ഇൻവോയ്സിനും ഓരോ തവണത്തെ പേയ്മെൻറ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ആ ഇൻവോയ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണോ, കേട്ടോ, ടൈം വെൻ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇഷ്യൂഡ്. മേ ബി ഒരു സിംഗിൾ ഇൻവോയ്സ് ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ഈ സിംഗിൾ ഇൻവോയ്സിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. സിറ്റുവേഷൻ മനസ്സിലായി? ഇപ്പം ഞാനൊരു സപ്ലയർ, നിങ്ങളൊരു റെസിപ്പിയൻ്റ് ആണെന്ന് വിചാരിക്കുക, നമ്മളൊരു 1 കോടി രൂപയുടെ സപ്ലൈ നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്തു, പക്ഷേ അതൊരു സിംഗിൾ ട്രാൻസാക്ഷൻ തന്നെയല്ല, പല ടേമിലാണ് നമ്മളത് ചെയ്യുന്നത്. സോ അത് കണ്ടിന്യൂസ് സർവീസ് ആയി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയി അല്ലേ. സോ ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു സിംഗിൾ ഇൻവോയ്സിൻ്റെ പല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യണേ. സോ ഇവിടെ നോക്കി, അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പൈസ വാങ്ങിക്കുന്ന ഡേറ്റ് ആണോ, വിച്ച് എവർ ഈസ് ഏർലിയറിനെ വേണം ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ. നോക്കി, സെക്ഷൻ 31(4) ഓഫ് CGST Act 2017, the invoice shall be issued before or the time of such a statement is issued, or as the case may be, each such a payment is received. മനസ്സിലായി? ഇൻവോയ്സ് എപ്പോഴാവാം, ദ ഇൻവോയ്സ് ഷാൾ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയത്തോ എന്ത് ഇഷ്യൂ ചെയ്യാം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം, ഓർ ആസ് എ കേസ് മേ ബി, ആൻഡ് ഏത് ഡേറ്റും കൂടെ ചെക്ക് ചെയ്യണം, ഈച്ച് സച്ച് പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്. സോ നോർമൽ കേസിനകത്ത് പറയുന്നത് പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്ന ഡേറ്റ് ആണോ, വിച്ച് എവർ ഈസ് ഏർലിയർ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, അവിടെ ഇൻവോയ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്രേ ഉള്ളൂ. ഇൻവോയ്സ് നിങ്ങൾക്ക് എപ്പോൾ പ്രിപ്പയർ ചെയ്യാം,
സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓരോന്നിനും എന്താണെങ്കിൽ അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻസിനകത്തും ഈ പറയുന്ന പോലെ ഡിഫറെൻറ്റ് ഇൻവോയ്സുകളാണെങ്കിൽ. സിറ്റുവേഷൻ മനസ്സിലായോ? നോക്കാം. നെക്സ്റ്റ് വൺ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സെക്ഷൻ 12(2) ആണെങ്കിൽ അല്ലേ? സെക്ഷൻ 12(2) ആണ് സപ്ലൈ ഓഫ് ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 13(2) ആണ്. 13(2)നകത്ത് എന്താ പറയണേ? സപ്ലൈ ഓഫ് സർവീസുകളെ കുറിച്ചാണ് പറയണേ. സോ നോക്കി, നോർമൽ പ്രൊവിഷൻ അനുസരിച്ച് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ്, ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം ദ സപ്ലൈ ഓഫ് സർവീസസ്. ഓക്കെ, അതായത് ഇവിടെ ഗുഡ്സിനെ പോലെയല്ല, സർവീസിനകത്ത് ചെറിയൊരു മാറ്റം കൂടെ ഉണ്ട്. കാരണം സർവീസിനകത്ത് ഇൻവോയ്സിന് വല്ലാത്തൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ സപ്ലൈ ഓഫ് സർവീസാണ് നടക്കുന്നതെങ്കിൽ അവിടെ സപ്ലൈ ഓഫ് സർവീസിനകത്ത് ഇൻവോയ്സിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ ഇൻവോയ്സ് എപ്പോൾ പ്രിപ്പയർ ചെയ്യണം? ഈ പറയുന്ന പോലെ സപ്ലൈ നടന്നു കഴിഞ്ഞ് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് സർവീസ് നടന്നു കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ ആ ഇൻവോയ്സിനൊരു പ്രാധാന്യമുള്ളൂ. മനസ്സിലായി? നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സപ്ലൈ ഓഫ് സർവീസ് ആണ്, ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ 30 days ഫ്രം ദ സപ്ലൈ ഓഫ് സർവീസസ്. സർവീസ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എന്ത് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, യെസ്, അങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. മനസ്സിലായി? അതായത് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ആ സർവീസിൻ്റെ ഇൻവോയ്സ് ഞാൻ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻവോയ്സിന് പ്രാധാന്യം വന്നു. ഇൻവോയ്സ് ഡേറ്റ് ഓർ ദ പേയ്മെൻറ്റ്, ഞാൻ നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്ന ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ, എനിക്ക് എന്തായിട്ട് ചൂസ് ചെയ്യാം? ടൈമായിട്ട് ചൂസ് ചെയ്യാം. ഇനി അങ്ങനെ അല്ല എന്ന് വിചാരിക്കുക, അതായത് നോ, ദാറ്റ് മീൻസ് വിത്തിൻ 30 days അല്ല ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ഇൻവോയ്സിന് പ്രാധാന്യമില്ല, പകരം പ്രൊവിഷൻ ഓഫ് സർവീസസ്. എന്നാണോ ആ സർവീസ് ഉണ്ടായത് അതിന്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, സോ സപ്ലൈ ഓഫ് സർവീസ് ആണ് ചെയ്യുന്നതെങ്കിൽ മേജറായിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ മെയിനായിട്ട് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഈ പറയുന്ന പോലെ ബാങ്കിങ്, NBFC അങ്ങനെയുള്ള പ്രൊവിഷൻസ്. ഓക്കെ, ആൻഡ് അതേഴ്സ്. ഈ ബാങ്കിങ്ങിനാണെങ്കിൽ 45 days, അതേഴ്സ് ആണെങ്കിൽ 30 days വരും. എന്തിന്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ. അതായത് പ്രൊവിഷൻ ഓഫ് സർവീസ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലയോ എന്ന് നോക്കാം. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻവോയ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻവോയ്സ് ഓർ പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ നോക്കണം. ഇനി 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻവോയ്സിന് പ്രാധാന്യമില്ല, പ്രൊവിഷൻ ഓഫ് സർവീസോ പേയ്മെൻറ്റോ ഇതിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. ഓക്കെ, സോ നോക്കി, ഇവിടെ ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ബാങ്കിങ്, NBFC ഓർ ഇൻഷുറർ, ഇൻവോയ്സ് എത്ര ദിവസത്തിനുള്ള? 45 days പ്രിപ്പയർ ചെയ്യണം. സോ നമ്മൾ സപ്ലൈ ഓഫ് ഗുഡ്സ് പറയുന്നത് പോലെ 1.5 കോടി രൂപയുടെ ടേൺ ഓവറോ അങ്ങനെ അധികമായിട്ടുള്ള കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സപ്ലൈ ഓഫ് സർവീസ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് 30 daysനുള്ളിൽ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യണം. സോ 30 daysനുള്ളിൽ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇനി 30 daysനുള്ളിൽ നിങ്ങൾ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രൊവിഷൻ ഓഫ് സർവീസ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ഓർത്തിരിക്കേണ്ടത് ബാങ്കിങ്ങോ NBFCയോ ഇൻഷുറോ ആണെങ്കിൽ ആ 30 days എന്നുള്ളത് മാറിയിട്ട് എത്ര വരും? 45 days കൂടെ വരും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്കൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഏതാ നമ്മുടെ ഇപ്പോഴത്തെ സർവീസായിട്ട് റിലേറ്റ് ചെയ്തത്? ഒരു മിനിറ്റ്. നോക്കാം. ABC and Company, a cost accounting firm, issued invoice for service rendered to Mr. Ram on 5th August 2019. ഓക്കെ, എപ്പോഴായിരുന്നു? 5th August 2019. എന്താ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്? ഡിറ്റർമൈൻ ദ ടൈം ഓഫ് സപ്ലൈ ഇൻ ദ ഫോളോയിങ് ഇൻഡിപെൻഡൻറ്റ് കേസസ്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. അതായത് ദ പ്രൊവിഷൻ ഓഫ് സർവീസസ് വർ കംപ്ലീറ്റഡ് 1st July. അതായത് പ്രൊവിഷൻ അതായത് സപ്ലൈ ഓഫ് സർവീസ് ഉണ്ടായത് എപ്പോഴാണ്? 1st July. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ? 31st July നമ്മൾ എന്ത് ചെയ്യണം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. കാരണം എന്താ പറഞ്ഞേ? ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ 30 days ആണെങ്കിൽ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ. പക്ഷേ ഇൻവോയ്സ് ഇവിടെ ഇഷ്യൂ ചെയ്തത് എപ്പോഴാണ്? 5th August. അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല, അല്ലേ? സോ ആ കേസിനകത്ത് നോക്കിയേ, നമുക്ക് എപ്പോൾ തന്നെ വരും? ടൈം ഓഫ് സപ്ലൈ ആയിട്ട് നമുക്ക് എപ്പോൾ വരും? 1st July വരും. ഇനി സെക്കൻഡ് കേസ് നോക്കിയേ, ദ പ്രൊവിഷൻ ഓഫ് സർവീസസ് വർ കംപ്ലീറ്റഡ് 15th July. 15th July കംപ്ലീറ്റ് ആയിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, 5th August എന്ന് പറയുന്നത് വിത്തിൻ 30 days ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ചൂസ് ചെയ്യാം? സോറി,
അല്ലേ? അതായത് ഇൻവോയ്സ് കറക്റ്റായിട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്തിരിക്കണേ? ദ പ്രൊവിഷൻ ഓഫ് സർവീസസ് വർ കംപ്ലീറ്റഡ് 15th ജൂലൈ. 15th ജൂലൈയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കി, 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ സോ അവിടെ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റിന് കൊടുക്കാം. ഇവിടെ ഏത് പറഞ്ഞിട്ടില്ല ഈ പ്രോബ്ലത്തിനകത്ത്? പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ. പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് തീർച്ചയായിട്ടും ഇൻവോയ്സ് കഴിഞ്ഞിട്ടായിരിക്കും എന്നുള്ളൊരു അസംഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കണം. സോ ആദ്യത്തെ കേസിനകത്ത് വിത്തിൻ 30 ഡേയ്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല, അതുകൊണ്ട് പ്രൊവിഷൻ്റെ ഡേറ്റ് എടുത്തു. ആൻഡ് ദ സെക്കൻഡ് വൺ വിത്തിൻ 30 ഡേയ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ഏത് ഡേറ്റ് എടുത്തു? ഇൻവോയ്സിൻ്റെ ഡേറ്റ് എടുത്തു. മനസ്സിലായോ? അടുത്ത നോക്കി, ദ 3rd ജൂലൈ നോക്കാം, പ്രോബ്ലം നോക്കാം. മിസ്റ്റർ റാം മെയ്ഡ് ദ പേയ്മെൻറ്റ് ഓൺ 3rd ജൂലൈ. 3rd ജൂലൈയിലാണ് ഇത് കൊടുക്കണേ. വേർ ദ പ്രൊവിഷൻ ഓഫ് സർവീസസ് വർ റിമൈനിങ് ടു ബി കംപ്ലീറ്റഡ്. എന്ത് ചെയ്തിട്ടില്ല? ഈ പറയുന്ന പോലെ പ്രൊവിഷൻ ഓഫ് സർവീസസ്, അല്ലെങ്കിൽ സർവീസിന് ആ സപ്ലൈ നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പേയ്മെൻറ്റ് കൊടുക്കുന്നത് എപ്പോഴാണ്? 3rd ജൂലൈയിലാണ്. ഓക്കെ, ഇവിടെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് 5th ഓഗസ്റ്റിലും, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാം സെപ്പറേറ്റ് കേസാണ്. സോ നോക്കിയേ, ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ദാറ്റ് മീൻസ് ഇവിടെ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് 3rd ജൂലൈയിലായതുകൊണ്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? 3rd ജൂലൈ 2019 വിൽ ബി ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് ആസ് പേയ്മെൻറ്റ് റിസീവ്ഡ് ബിഫോർ ദ ഇൻവോയ്സ് ഡേറ്റ്. മനസ്സിലായി? ഇൻവോയ്സ് ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആയതുകൊണ്ട് നമുക്ക് ഏതായിട്ട് ട്രീറ്റ് ചെയ്യാം? പേയ്മെൻറ്റും കൂടെ കയറി വരുന്ന സമയത്ത് അവിടെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റിനെ കൂടെ ട്രീറ്റ് ചെയ്യാം. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ നോക്കേ, ഇവിടെ പ്രൊവിഷൻ എപ്പോഴാണെന്ന് നോക്കുക. അതിൻ്റെ 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിനകത്ത് കോമൺ ആയിട്ടാണ് കയറി പറഞ്ഞേ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഇനി ഇത് പ്രൊവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊവിഷൻ കംപ്ലീറ്റ് ചെയ്ത് സർവീസ് കംപ്ലീറ്റ് ചെയ്ത് 30 ഡേയ്സിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓർ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഈ മൂന്നാമത്തേനകത്ത് 3rd ജൂലൈയിൽ തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലേ? 3rd ജൂലൈയിൽ തന്നെ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റിലാണ്. ഓക്കെ, പ്രൊവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ജൂലൈയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പ്രൊവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. സോ നോക്കിയേ, ഇത് രണ്ടും വരുന്നതിനകത്തുള്ള കോമൺ കേസ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്, അല്ലേ? 30 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും കോമൺ ആയിട്ട് കയറി വരുന്നത് ഡേറ്റ് ഓഫ് പേയ്മെൻ്റ് ആണ്. സോ ഇവിടെ തേർഡിനകത്ത് നമ്മളോട് പറയുന്നത് 3rd ജൂലൈയിൽ നിങ്ങൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. ആ പേയ്മെൻറ്റിൻ്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഓഗസ്റ്റിലാണ്. ആണോ? പ്രൊവിഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ രണ്ടിനകത്തും രണ്ട് രീതിയിൽ ചെക്ക് ചെയ്യുവാണെങ്കിലും ഈ പറയുന്ന പോലെ 3rd ജൂലൈ തന്നെ വരും. കാരണം രണ്ട് കേസിനകത്തും വിച്ച് എവർ ഈസ് ഏർലിയർ ആയതുകൊണ്ട് 3rd ജൂലൈ എന്ന് പറയുന്ന എലമെൻറ്റ് തന്നെ വരും. ആൻഡ് ദ ലാസ്റ്റ് വൺ, മിസ്റ്റർ റാം മെയ്ഡ് ദ പേയ്മെൻറ്റ് ഓൺ 15th ഓഗസ്റ്റ്. റാം എപ്പോഴാണ് പേയ്മെൻറ്റ് കൊടുക്കണേ? 15th ഓഗസ്റ്റിനാണ് പേയ്മെൻറ്റ് കൊടുക്കണേ. വേർ ദ പ്രൊവിഷൻ ഓഫ് സർവീസസ് വേർ റിമൈനിങ് ടു ബി കംപ്ലീറ്റഡ്. മനസ്സിലായി? പ്രൊവിഷൻ ഓഫ് സർവീസസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, പേയ്മെൻറ്റ് കൊടുക്കുന്നത് 15th ഓഗസ്റ്റിനകത്തും ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ്? 5th ഓഗസ്റ്റിനകത്തും. ഇവിടെ ഏത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല? നമ്മുടെ പ്രൊവിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ പ്രൊവിഷൻ കംപ്ലീറ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കണേ, അല്ലേ? ഇവിടെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് 15-ാം തീയതിയാണ്. പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് 15-ാം തീയതിയാണ്. പക്ഷേ ഈ പറയുന്നത് പോലെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് 15-ാം തീയതിയാണ് ആൻഡ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 5-ാം തീയതിയാണ്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഡേറ്റ് എടുക്കാം? 5-ാം തീയതി എടുക്കാം. കാരണം ഈ രണ്ട് കേസിനകത്തും ഏത് കംപ്ലീറ്റ് ആയിട്ടില്ല? നമ്മുടെ പ്രൊവിഷൻ ഓഫ് സർവീസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടില്ല. സിറ്റുവേഷൻ മനസ്സിലായോ? ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സർവീസ് ആണെങ്കിൽ ഇത്രയുമുള്ള കാര്യങ്ങളൊന്നും നമ്മളോട് പറയുന്നില്ല. നമ്മളോട് ആകെ കൂടെ പറയുന്നത് എന്ന് മാത്രമേ ഉള്ളൂ, 30 ഡേയ്സിന് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. സോ വൺസ് അഗെയിൻ അവിടെ 1.5 കോടിയോ 2 കോടിയോ അങ്ങനെയുള്ള ലിമിറ്റ്സോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. പ്രൊവിഷൻ ഓഫ് സർവീസ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഇൻവോയ്സ് ഓർ പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ, ആ പ്രൊവിഷൻ ഓഫ് സർവീസ് എപ്പോഴാണോ അത്, അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിസീവ്ഡ് വിച്ച് എവർ ഈസ് ഏർലിയർ. മനസ്സിലായോ? സോ ഇത്രയും മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയണേ. ഒരു കാര്യം കൂടെ ഉള്ളത്, ബാങ്കിങ്ങോ NBFCയോ ഇൻഷുറൻസോ ആണെങ്കിൽ ആ 30 ഡേയ്സ് എന്നുള്ളത് മാറിയിട്ട് എത്ര നോക്കണം? 45 ഡേയ്സും കൂടെ നോക്കണം. സോ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു വീഡിയോ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ടൈം ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് തീരും. കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പറയാനുള്ളൂ. അത് അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. ഓക്കെ.